ഇല എന്നും ലീ എന്നും ഒരേ അർത്ഥമായതുകൊണ്ട് ഇമാമിങ്ങൾ ഇല എന്ന സ്ഥലത്ത് ലീ എന്നെടുത്ത് ഉദ്ധരിച്ചത്, അത് ഇമാമിങ്ങളെ കിതാബ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് അതൊരു കളവായി ചിത്രീകരിച്ച് കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച മൗലവി. ഇത് അൽമനാറാണ്. ഇത് ഒരു മൗലവിക്ക് മാത്രം ബാധകമല്ല, നിങ്ങളെ എല്ലാ മൗലവിമാർക്കും ബാധകമാണ്. അൽമനാറിൽ എന്താ ബുഖാരിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞത് കേട്ടോളൂ. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് ജനങ്ങൾ ഒറ്റക്കും പല സംഘങ്ങളുമായും ഖിയാം റമളാൻ നിർവഹിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അവരെ ഒരു ഇമാമിന്റെ കീഴിലാക്കി, ഒരു ഇമാമിനു കീഴിലാക്കി 11 റക്അത്ത് നിസ്കരിക്കുവാൻ കൽപ്പിക്കുകയാണ് ഉണ്ടായത്. ബുഖാരി ചോദിക്കുന്നു, മൗലവി സഹീഹുൽ ബുഖാരിയിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 11 നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയിട്ട് കൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് ബുഖാരിയിൽ കാണിച്ചു തരാമോ? വെറും സലഫിയോട് മാത്രമല്ല ചോദ്യം, മുജാഹിദാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ സർവ ISM-കാരനോട് ചോദിക്കുന്നു, MSM-കാരനോട് ചോദിക്കുന്നു, എല്ലാ KNM-കാരനോടും ചോദിക്കുന്നു, AP അബ്ദുൽ ഖാദർ മൗലവിയോടും ചോദിക്കുന്നു, ഹുസൈൻ സലഫിയോടും ചോദിക്കുന്നു, എല്ലാ മൗലവിമാരോടും ചോദിക്കുന്നു, നിങ്ങളെ അൽമനാറിൽ നിങ്ങളുടെ മുഖപത്രത്തിൽ ബുഖാരിയുടെ പേരിൽ പച്ചക്കള്ളം കൊടുത്തതല്ലേ? ബുഖാരിയിൽ ഇങ്ങനെ ഒരു 11 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു എന്ന് ബുഖാരിയിൽ ഹദീസ് ഉണ്ടോ? ഇത് പച്ചക്കള്ളമല്ലേ? ഇതൊരു വ്യക്തി എഴുതിയതല്ലല്ലോ, അനൗദ്യോഗികമായ പത്രമല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ മുന്നിയൂർ വാക്കബിയുടെ ഒരു പുസ്തകത്തിൽ തറാവീഹിന്റെ എണ്ണം പറഞ്ഞ സ്ഥലത്ത് 20 റക്അത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറ്റുള്ള വിഷയങ്ങൾ ബുഖാരിയിൽ ഉള്ളതായതിനാൽ അത് എടുത്തുദ്ധരിക്കുന്ന സ്ഥലത്ത് ബുഖാരി എന്ന് കൊടുത്തതിന്റെ പേരിൽ അങ്ങനെ ബുഖാരിയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ? അതേ സമയത്ത് ബുഖാരിയിൽ 11 റക്അത്ത് നിസ്കരിക്കാൻ, ഖിയാം റമളാൻ നിസ്കരിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി കൽപ്പിച്ചതായി ഒരു ഹദീസ് ബുഖാരിയിൽ ഇല്ല കേട്ടോ. എന്തിനാണ് ഇവർ ഈ പച്ചക്കള്ളം പറഞ്ഞിട്ട് ബാക്കിയുള്ളവരിൽ മേൽ കള്ളം വെച്ച് കെട്ടുന്നത്? അൽമനാറിൽ ഇല്ലാന്ന് നിഷേധിക്കാൻ തയ്യാറുണ്ടോ? ആൺകുട്ടികളുടെ നിഷേധിക്കാം, അൽമനാർ കൈപ്പിടിച്ചിട്ട് ഞാൻ പറയും.